ഇലന്തൂർ നരബലി കേസിൽ വിചാരണയ്ക്കെത്തിയ പ്രതിയിൽ നിന്നും ഹെറോയിൻ പിടികൂടി. ഇന്നലെ പനമ്പള്ളി നഗറിലെ കോടതി വളപ്പിലാണ് സംഭവം. മുഖ്യപ്രതി പെരുമ്പാവൂർ സ്വദേശി മുഹമ്മദ് ഷാഫിയിൽ നിന്നാണ് ഹെറോയിൻ പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇത് എങ്ങനെയാണ് പോലീസിന് ഇയാളുടെ കൈവശം ഈ ഹെറോയിൻ ഉണ്ട്, ലഹരി വസ്തു ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഈ സംഭവത്തിന് പിന്നാലെ എന്ത് നടപടിയാണ് പ്രതിക്കെതിരെ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്? ഇലന്തൂർ നരബലി കേസിലെ വിചാരണ പനമ്പള്ളി കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രതിയെ ഇന്നലെ വിചാരണയുടെ വേളയിൽ കോടതിയിലേക്ക് എത്തിച്ചത്. കാലടി പോലീസാണ് പ്രതി മുഹമ്മദ് ഷാഫിയെ കോടതിയിലേക്ക് എത്തിച്ചത്. കോടതിയിലെത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഈ ഷാഫി ബാത്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞു. ബാത്റൂമിൽ പോയ സമയത്ത് തന്നെ ഷാഫിക്കൊപ്പം മറ്റ് രണ്ടുപേരും ബാത്റൂമിലേക്ക് കയറുന്നുണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ചു വന്ന് ജീപ്പിലേക്ക് കയറ്റുമ്പോഴാണ് ഇയാളുടെ മടിക്കുത്തിൽ നിന്നും ഇത്തരത്തിൽ ഹെറോയിൻ പോലീസ് കാണുകയും പിന്നീട് അത് പിടിച്ചെടുക്കുകയും ചെയ്തത്. സൗത്ത് പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനി ഷാഫിയുടെ വിശദമായിട്ടുള്ള മൊഴിയും രേഖപ്പെടുത്തും. ഇതാരാണ് ഇപ്പോൾ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. സൗത്ത് പോലീസാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. എന്തായാലും ഷാഫിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഇത് എവിടെ നിന്നാണ് ഷാഫിക്ക് ഈ ഹെറോയിൻ ലഭിച്ചത്? മുൻപും ഇത് ലഭിച്ചിട്ടുണ്ടോ, അതോ കോടതിയിൽ നിന്നാണോ, അതോ ജയിലിൽ നിന്ന് വരുമ്പോഴും ഹെറോയിൻ ഷാഫിയുടെ കയ്യിലുണ്ടായിരുന്നോ? ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആരാണ് നൽകിയതെന്നും പോലീസ് കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കാൻ തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ജയിലിലേക്ക് ലഹരി കടത്താനായിരുന്നോ നീക്കം? ആരാണ് ഷാഫിക്ക് ലഹരി നൽകിയതെന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ ഇതിന് മുൻപും സമാനമായ രീതിയിൽ ഈ കോടതിയിൽ എത്തുമ്പോഴോ മറ്റോ ലഹരി ജയിലിലേക്ക് എത്തിച്ചിട്ടുണ്ടോ? അത് കേന്ദ്രീകരിച്ച് പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ടോ? പോലീസ് എന്തായാലും ഇതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ടോം ചോദിച്ചതുപോലെയുള്ള ചോദ്യങ്ങളെല്ലാം പോലീസിന്റെ അന്വേഷണ പരിധിയിൽ വരും. പ്രത്യേകിച്ച് ഇത് ഷാഫിക്ക് സ്വയം ഉപയോഗിക്കാനാണോ അതോ ജയിലിൽ മറ്റാർക്കെങ്കിലും കൈമാറാനാണോ എന്നതാണ് പോലീസ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുൻപും ഷാഫിയുടെ കയ്യിലോ അല്ലെങ്കിൽ മറ്റ് പ്രതികളുടെ കയ്യിലോ ഒക്കെ ഈ ഹെറോയിൻ കൊടുത്തുവിടാനുള്ള ഒരു സാധ്യതയുണ്ടോ? ആരാണ് ഇത് കൊടുത്തത്? ഷാഫി ഇത് ഉപയോഗിക്കുന്നുണ്ടോ? ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് ആർക്കാണ് കൈമാറാനിരിക്കുന്നത്? അതോ ഷാഫി തന്നെയാണോ ഇത് ഉപയോഗിക്കുന്നത്? ഇതെല്ലാം പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്നാലും കോടതിയിൽ നിന്നും മടങ്ങുമ്പോഴാണ് പോലീസ് ഷാഫിയുടെ മടിക്കുത്തിൽ നിന്നും ഈ ഹെറോയിൻ കണ്ടെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ പറഞ്ഞതുപോലെ ഈ ബാത്റൂമിലേക്ക് പോകുന്നതിനിടയിൽ അവിടെ വെച്ച് ആരെങ്കിലും ആയിരിക്കും ഷാഫിക്ക് ഇത് കൈമാറിയതെന്നാണ് പോലീസിന്റെ നിഗമനം. അത് അപ്പോൾ തന്നെ കോടതിയെ അറിയിച്ചു. കോടതി നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് സൗത്ത് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇതിൽ കേസെടുക്കുകയും ചെയ്തിരിക്കുന്നത്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.